sides and an angle. നേരത്തെ നമ്മൾ 3 sides വെച്ചിട്ട് പല ട്രയാങ്കിൾസും വരച്ചു. ഇനി നമുക്ക് 2 sidesഉം അവ തമ്മിലുള്ള ആംഗിളും വെച്ചിട്ട് കുറച്ച് ട്രയാങ്കിൾസ് വരച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഡ്രോ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm, 7 cm ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 40 degree. ആദ്യം ഞാൻ 5 cm ബേസിൽ വെച്ചിട്ട് 7 cm ലെഫ്റ്റിലായിട്ട് 40 degree ചെരിച്ച് വരച്ചു. പിന്നെ ഒരു ട്രയാങ്കിൾ 5 cm തന്നെ ബേസിൽ വെച്ചിട്ട് 7 cm റൈറ്റിൽ 40 degree ചെരിച്ച് വരച്ചു. ഇനി ഞാൻ 7 cm ബേസിൽ വെച്ചിട്ട് 5 cm ലെഫ്റ്റിൽ വെച്ച് 40 degree ചെരിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി 7 cm തന്നെ ബേസിൽ വെച്ചിട്ട് 40 degree ചെരിച്ച് 5 cm റൈറ്റിൽ വെച്ചു. ഇനി ഈ ട്രയാങ്കിൾസൊക്കെ ഈക്വൽ ആണോ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. Therefore, these two triangles are equal. ഇനി ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ തേർഡ് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോഴും നമുക്കറിയാം ഇവിടെ സൈഡ്സും ആംഗിൾസും ഒക്കെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. Therefore, these two triangles are also equal. ഇനി ഞാൻ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ മേലെ ആദ്യത്തെ ട്രയാങ്കിൾ കൊണ്ടുവച്ചു. അപ്പോഴും നമുക്ക് കാണാം ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ കോയിൻസൈഡിങ്. Therefore, these two triangles are also equal. സോ ഈ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇഫ് 2 sides of a triangle and the angle made them are equal to 2 sides of another triangle and the angle made by them, then the two triangles are equal. ടെക്സ്റ്റിൽ 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറിലും. ഇതിൽ എ സി 4 cm ആണ്, പി ക്യുവും 4 cm ആണ്. ദർഫോർ എ സി ഇസിക്കൽ ടു പി ക്യു. പിന്നെ എ ബി 8 cm ആണ്, ക്യു ആറും 8 cm ആണ്. ദർഫോർ എ ബി ഇസിക്കൽ ടു ക്യു ആർ. ആംഗിൾ എ 50 degree ആണ്, ആംഗിൾ ക്യു 50 degree ആണ്. ദർഫോർ ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ക്യു. സോ ട്രയാങ്കിൾ എ ബി സിയിലെ 2 സൈഡ്സും അവ മീറ്റ് ചെയ്യുന്ന ആംഗിളും ട്രയാങ്കിൾ പി ക്യു ആറിലെ 2 സൈഡ്സും അവ മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആണ്. Therefore, we can write 2 sides and angle meet by them of a triangle is equal to 2 sides and angle meet by them of another triangle. Then the triangles are equal. So, all sides and angles of triangle ABC is equal to all sides and angles of triangle PQR. ACയും PQയും 4 cm ആണ്. Therefore, AC is equal to PQ. Therefore, angle opposite to AC is equal to angle opposite to PQ. Angle opposite to AC angle B ആണ്. Angle opposite to PQ angle R ആണ്. Therefore, angle B is equal to angle R. പിന്നെ എ ബി 8 cm ആണ്, ക്യു ആറും 8 cm ആണ്. Therefore, എ ബി is equal to ക്യു ആർ. Angle opposite to AB is equal to angle opposite to ക്യു ആർ. Angle opposite to AB angle C ആണ്. Angle opposite to ക്യു ആർ angle P ആണ്. Therefore, angle C is equal to angle P. നമ്മുടെ ടെക്സ്റ്റിൽ വേറെ 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. ഇവിടെ എ ബി is equal to പി ക്യു because both are 5 cm. ബി സി is equal to ക്യു ആർ because both are 3 cm. ആംഗിൾ എ is equal to ആംഗിൾ പി because both are 30. സോ ട്രയാങ്കിൾ എ ബി സിയിലെ 2 സൈഡ്സും ഒരു ആംഗിളും ട്രയാങ്കിൾ പി ക്യു ആറിലെ 2 സൈഡ്സും ഒരു ആംഗിളും ഈക്വൽ ആണ്. പക്ഷേ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ അല്ല, കാരണം 30 degree ഈ 3 cm 5 cm മീറ്റ് ചെയ്യുന്ന ആംഗിൾ അല്ല. അതുകൊണ്ടാണ് ഈ 2 ട്രയാങ്കിളും ഈക്വൽ അല്ലാത്തത്. നമ്മുടെ തിയറം പറയുന്നത് ഇഫ് 2 sides of a triangle and angle made by them are equal to 2 sides of another triangle and the angle made by them, then these 2 triangles are equal എന്നാണ്. അപ്പോൾ ഈ 2 സൈഡ്സും അതിനുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കണം. In each pair of triangles below, find the pair of matching angles and write them down. ഇവിടെ എ ബി 3 cm ആണ്, ക്യു ആറും 3 cm ആണ്. Therefore, എ ബി is equal to ക്യു ആർ. എ സി 7 cm ആണ്, പി ക്യുവും 7 cm ആണ്. Therefore, എ സി is equal to പി ക്യു. ആംഗിൾ എ 40 degree ആണ്, ആംഗിൾ ക്യുവും 40 degree ആണ്. Therefore, ആംഗിൾ എ is equal to ആംഗിൾ ക്യു. So, 2 sides and angle between them in triangle ABC is equal to 2 sides and angle between them of triangle PQR. Therefore, triangle ABC and triangle PQR are equal triangles. Angle A 40 degree ആണ്, angle Q 40 degree ആണ്. Therefore, angle A is equal to angle Q ആണ്.
പിന്നെ എ ബി ഇസ് ഇക്വൽ ടു ക്യു ആർ. ദെർഫോർ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ക്യു ആർ. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ആംഗിൾ സി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ക്യു ആർ ആംഗിൾ പി ആണ്. ദെർഫോർ ആംഗിൾ സി ഇസ് ഇക്വൽ ടു ആംഗിൾ പി. എ സി ഇസ് ഇക്വൽ ടു പി ക്യു ആണ്. ദെർഫോർ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ഇസ് ഇക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു പി ക്യു. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ആംഗിൾ ബി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു പി ക്യു ആംഗിൾ ആർ ആണ്. ദെർഫോർ ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ ആർ. നെക്സ്റ്റ് ഫിഗറിൽ എൽ എൻ ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്. എക്സ് സെഡും 4 സെൻറ്റിമീറ്റർ ആണ്. ദെർഫോർ എൽ എൻ ഇസ് ഈക്വൽ ടു എക്സ് സെഡ്. എൽ എം 6 സെൻറ്റിമീറ്റർ ആണ്. സെഡ് വൈയും 6 സെൻറ്റിമീറ്റർ ആണ്. ദെർഫോർ എൽ എം ഇസ് ഈക്വൽ ടു സെഡ് വൈ. ആംഗിൾ എൽ 50 ഡിഗ്രി ആണ്. ആംഗിൾ സെഡും 50 ഡിഗ്രി ആണ്. ദെർഫോർ ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ്. ദെർഫോർ 2 sides and angle between them in triangle LNM is equal to 2 sides and angle between them in triangle XYZ. Therefore, triangle LNM and triangle XYZ are equal triangles. LN is equal to XZ ആണ്. Therefore, angle opposite to LN is equal to angle opposite to XZ. Angle opposite to LN angle M ആണ്. Angle opposite to XZ angle Y ആണ്. Therefore, angle M is equal to angle Y. LM is equal to ZY ആണ്. Therefore, angle opposite to LM is equal to angle opposite to ZY. Angle opposite to LM ആംഗിൾ എൻ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു സെഡ് വൈ ആംഗിൾ എക്സ് ആണ്. ദെർഫോർ ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. ഇൻ ദ ഫിഗർ ബിലോ എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻസ്. ആർ ദി ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ വൈ. ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ വൈ. ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ സി ആൻഡ് ബി ഇ ആർ പാരലൽ. എ ഡി ഒരു ലൈനാണ്. അത് പാരലൽ ലൈൻസായ എ സിയെയും ബി എയും കട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ഇ ബി ഡിയും. ദെർഫോർ ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ഇ ബി ഡി ബിക്കോസ് ദേ ആർ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ പാരലൽ ലൈൻസ് എ സി ആൻഡ് ബി ഇ വെൻ ഇൻ്റർസെക്റ്റഡ് ബൈ അനദർ ലൈൻ എ ഡി. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി ഡി ഇയും ഒന്ന് നോക്കാം. ഹിയർ എ ബി ഇസ് ഇക്വൽ ടു ബി ഡി ബിക്കോസ് ബോത്ത് ആർ 4 സെൻറ്റിമീറ്റർ. എ സി ഇസ് ഇക്വൽ ടു ബി ഇ ബിക്കോസ് ബോത്ത് ആർ 6 സെൻറ്റിമീറ്റർ. Angle A is equal to angle EBD because they are corresponding angles. Therefore, 2 sides and angle between them of triangle ABC is equal to 2 sides and angle between them of triangle BDE. Therefore, triangle ABC and triangle BDE are equal triangles. Therefore, all sides of triangle ABC is equal to all sides of triangle BDE. Therefore, BC is equal to DE. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി സിയും ഡി ഇയും പാരലൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് പ്രൂവ് ചെയ്തു ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി ഡി ഇയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ദെർഫോർ ഓൾ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു all angles in triangle BDE. Therefore, angle CBA is equal to angle D. BC എന്ന ലൈനിലെയും ED എന്ന ലൈനിലെയും മറ്റൊരു ലൈനായ AD കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ CBAയും ആംഗിൾ DEയും. ആംഗിൾ CBAയും ആംഗിൾ Dയും ഈക്വൽ ആയതുകൊണ്ട് BCയും EDയും പാരലലാണ്. ഈസ് ACBD ഇൻ ദ ഫിഗർ എ പാരലലോഗ്രാം വൈ. നമുക്ക് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും നോക്കാം. എ സി 6 സെൻറ്റിമീറ്റർ ആണ്. ബി ഡിയും 6 സെൻറ്റിമീറ്റർ ആണ്. ദെർഫോർ എ സി ഇസ് ഇക്വൽ ടു ബി ഡി. എ ബി ഈസ് ദ കോമൺ സൈഡ് ഫോർ ബോത്ത് ട്രയാങ്കിൾസ്. ആംഗിൾ സി എ ബി 35 ഡിഗ്രിയാണ്. ആംഗിൾ എ ബി ഡിയും 35 ഡിഗ്രിയാണ്. ദെർഫോർ ആംഗിൾ സി എ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ എ ബി ഡി. So, 2 sides and angle between them of triangle ABC is equal to 2 sides and angle between them of triangle ABD. Therefore, triangle ABC and triangle ABD are equal triangles. So, sides and angles of triangle ABC is equal to sides and angles of triangle ABD. Therefore, BC is equal to AD. നമുക്കറിയാം എ സി ഇസ് ഇക്വൽ ടു ബി ഡി. ദെർഫോർ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ഇസ് ഇക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി ഡി. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ആംഗിൾ സി ബി എ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി ഡി ആംഗിൾ ബി എ ഡി ആണ്. ദെർഫോർ ആംഗിൾ സി ബി എ ഇസ് ഇക്വൽ ടു ആംഗിൾ ബി എ ഡി. ലൈൻ ബി സി എയും എ ഡി എയും മറ്റൊരു ലൈനായ എ ബി കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ സി ബി എയും ആംഗിൾ ബി എ ഡിയും. ആംഗിൾ സി ബി എയും ആംഗിൾ ബി എ ഡിയും ഈക്വൽ ആയതുകൊണ്ട് സി ബി ഈസ് പാരലൽ ടു എ ഡി. അതേപോലെ നമുക്കറിയാം ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. ലൈൻ എ സി എയും ബി ഡി എയും
മറ്റൊരു ലൈനായ എ ബി കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ സി എ ബിയും ആംഗിൾ എ ബി ഡിയും. ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. സോ എ സി ആൻഡ് ഡി ബി ആർ പാരലൽ. ഇനി നമുക്ക് എ സി ബി ഡി നോക്കാം. ഇവിടെ എ സി ഈസ് ഈക്വൽ ടു ബി ഡി ആൻഡ് എ സി ആൻഡ് ബി ഡി ആർ പാരലൽ. അതേപോലെ ബി സി ഈസ് ഈക്വൽ ടു എ ഡി ആൻഡ് ബി സി ആൻഡ് എ ഡി ആർ പാരലൽ. സോ ACBD forms a parallelogram. In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ എം സിയും ട്രയാങ്കിൾ ബി എം സിയും ഒന്ന് നോക്കാം. എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്, കാരണം എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. സി എം ഈസ് ദ കോമൺ സൈഡ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. ആംഗിൾ എ എം സി 90 ഡിഗ്രി ആണ്. ആംഗിൾ എ എം സിയും ആംഗിൾ ബി എം സിയും ലീനിയർ പെയർസ് ആണ്. ദെർഫോർ ആംഗിൾ സി എം ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ എം സി, ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. Therefore angle AMC is equal to angle CMB. So two sides and angle between them of triangle AMC is equal to two sides and angle between them of triangle BMC. Therefore triangle AMC and triangle BMC are equal triangles. So sides and angles of triangle AMC is equal to sides and angles of triangle BMC. Let's write CM is equal to CM because CM is the common side of both triangles. Therefore angle opposite to CM is equal to angle opposite to CM. Angle opposite to CM angle A ആണ്. മറ്റേ ട്രയാങ്കിളിൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു സി എം ആംഗിൾ ബി ആണ്. Therefore angle A is equal to angle B. ആംഗിൾ A 50 ഡിഗ്രി ആണ്. Therefore angle B is also 50 ഡിഗ്രി. ഇനി ആംഗിൾ സി കാണാം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിളുടെ സമ്മ് 180 ഡിഗ്രിയാണ്. Therefore in triangle ABC angle A plus angle B plus angle C is equal to 180 degree. Angle A 50 degree ആണ്, angle B 50 degree ആണ്. Therefore 50 degree plus 50 degree plus angle C is equal to 180 degree. 50 plus 50 100 ആണ്. Therefore 100 degree plus angle C is equal to 180 degree. Angle C is equal to 180 degree minus 100 degree, that is equal to 80 degree. In the figure below, the lines AB, CD are parallel and M is the midpoint of AB. Compute the angles of triangle AMD, triangle MBC and triangle DCM. What is the special about the quadrilaterals AMCD and MBCD? ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. Let's look triangle AMD and triangle DCM. DM is the common side to both triangles. M is the midpoint of AB. Therefore AM is equal to AB by 2, that is 12 by 2, that is equal to 6 cm. നമുക്കറിയാം DC is equal to 6 cm ആണ്. Therefore AM is equal to DC. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB and CD are parallel. DM is the line cutting AB and CD. Therefore the alternate angles formed are angle AMD and angle CDM and they are equal. Therefore angle AMD is equal to angle CDM. Therefore two sides and angle between them of triangle AMD is equal to two sides and angle between them of triangle DCM. So triangle AMD and triangle DCM are equal triangles and sides and angles of triangle AMD is equal to sides and angles of triangle DCM. So നമുക്ക് എഴുതാം DM is equal to DM since DM is the common side of both triangle. Therefore angle opposite to DM is equal to angle opposite to DM. ഫസ്റ്റ് ട്രയാങ്കിളിൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഡി എം ആംഗിൾ എ ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഡി എം ആംഗിൾ ഡി സി എം ആണ്. ദർഫോർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എം. ആംഗിൾ എ 40 ഡിഗ്രി ആണ്. ദർഫോർ ആംഗിൾ ഡി സി എം ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇനി നമുക്ക് ട്രയാങ്കിൾ ഡി എം സിയും ട്രയാങ്കിൾ എം ബി സിയും നോക്കാം. നമുക്കറിയാം എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. ദർഫോർ ബി എം ഈസ് ഈക്വൽ ടു എ ബി ബൈ 2, ദാറ്റ് ഈസ് 12 by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 cm. ഡി സി 6 cm ആണെന്ന് തന്നിട്ടുണ്ട്. ദർഫോർ DC is equal to MB. CM is the common side of both triangles. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് AB and CD are parallel. CM is a line cutting parallel lines AB and CD. Therefore the alternate angles formed are angle DCM and angle CMB and they are equal.
ആംഗിൾ ഡി സി എം 40 ഡിഗ്രി ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. Therefore ആംഗിൾ സി എം ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എം ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. So 2 sides and angles between them of triangle DCM is equal to 2 sides and angle between them of triangle MBC. Therefore triangle DCM and triangle MBC are equal triangles. ഇവിടെയും നമുക്ക് സി എം ഈസ് ഈക്വൽ ടു സി എം എന്ന് എഴുതാം. Therefore ആംഗിൾ ഓപ്പോസിറ്റ് ടു സി എം ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു സി എം. ഫസ്റ്റ് ട്രയാങ്കിളിൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു സി എം ആംഗിൾ സി ഡി എം ആണ്. സെക്കൻഡ് ട്രയാങ്കിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു സി എം ആംഗിൾ ബി ആണ്. സോ ആംഗിൾ സി ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ ബി 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore ആംഗിൾ സി ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമ്മൾ നേരത്തെ കണ്ടു ആംഗിൾ എ എം ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഡി എം ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ആംഗിൾ സി ഡി എം 60 ഡിഗ്രി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. Therefore ആംഗിൾ എ എം ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഡി എം ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. So we just found in triangle AMD angle A is equal to 40 degree, angle AMD is equal to 60 degree. We know sum of angles in a triangle is equal to 180 degree. So in triangle AMD angle A plus angle AMD plus angle ADM is equal to 180 degree. Angle A 40 degree ആണ്, angle AMD 60 degree ആണ്. Therefore 40 degree plus 60 degree plus angle ADM is equal to 180 degree. That is 100 degree plus angle ADM is equal to 180 degree. Therefore angle ADM is equal to 180 minus 100 that is equal to 80 degree. ഇനി ട്രയാങ്കിൾ ഡി സി എം നോക്കാം. അവിടെ ആംഗിൾ ഡി സി എം ഇസ് ഇക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ സി ഡി എം ഇസ് ഇക്വൽ ടു 60 ഡിഗ്രി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore in triangle DCM angle DCM plus angle CDM plus angle DMC is equal to 180 degree. ആംഗിൾ ഡി സി എം 40 ഡിഗ്രി ആണ്, ആംഗിൾ സി ഡി എം 60 ഡിഗ്രി ആണ്. Therefore 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എം സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. 100 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എം സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി എം സി ഈസ് ഇക്വൽ ടു 180 മൈനസ് 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ എം ബി സി നോക്കാം. അവിടെ ആംഗിൾ സി എം ബി ഇസ് ഇക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ സി ബി എം ഇസ് ഇക്വൽ ടു 60 ഡിഗ്രി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore ആംഗിൾ സി എം ബി പ്ലസ് ആംഗിൾ സി ബി എം പ്ലസ് ആംഗിൾ എം സി ബി ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി എം ബി 40 ഡിഗ്രി ആണ്, ആംഗിൾ സി ബി എം 60 ഡിഗ്രി ആണ്. Therefore 40 പ്ലസ് 60 പ്ലസ് ആംഗിൾ എം സി ബി ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. 40 plus 60 100 ആണ്. Therefore 100 plus angle MCB is equal to 180 degree. Therefore angle MCB is equal to 180 minus 100 that is equal to 80 degree. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എം സി ഡി ഒന്ന് നോക്കാം. ഡി സി 6 സെൻറ്റിമീറ്റർ ആണ്, എ എം 6 സെൻറ്റിമീറ്റർ ആണ് ബിക്കോസ് എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. Therefore എം ഈസ് ഈക്വൽ ടു ഡി സി. Since AB and CD are parallel, AM and CD are also parallel. ഇനി ട്രയാങ്കിൾ എ എം ഡിയും ട്രയാങ്കിൾ ഡി സി എമ്മും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. Therefore എ ഡി ഇസ് ഇക്വൽ ടു എം സി. ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ സി എം ബി ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈൻസ് എ ഡി എയും എം സി എയും മറ്റൊരു ലൈനായ എ ബി കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ സി എം ബിയും. Since angle A and angle CMB are equal, AD and CM are parallel. So opposite sides of AMCD are equal and parallel. So AMCD is a parallelogram. ഇനി നമുക്ക് എം ബി സി ഡി നോക്കാം. ഇവിടെ എം ബി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആണ്, കാരണം എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആണ്. സി ഡി ഓൾറെഡി 6 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. Therefore എം ബി ഈസ് ഈക്വൽ ടു സി ഡി. എം ബിയും സി ഡിയും പാരലലാണ്, കാരണം സി ഡിയും എ ബിയും ഓൾറെഡി പാരലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ഡി സി എമ്മും ട്രയാങ്കിൾ എം ബി സിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ കണ്ടു. സോ ഡി എം ഈസ് ഈക്വൽ ടു സി ബി. ലൈൻസ് ഡി എമ്മിനെയും സി ബിയെയും കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് എ ബി. അപ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ സി ബി എമ്മും ആംഗിൾ ഡി എം എയും. സിൻസ് ആംഗിൾ ഡി എം എ ആൻഡ് ആംഗിൾ സി എം ആർ ഈക്വൽ, DM and CB are parallel. So opposite sides of MBCD are equal and parallel. So MBCD is also a parallelogram.